ഈ അടുത്ത കാലത്തൊന്നും മലയാളികൾ ഒരു മരണവാർത്ത കേട്ട് ഇത്രത്തോളം നെഞ്ചുവേദനിച്ച് ഇരുന്നിട്ടുണ്ടാവില്ല. രണ്ടാഴ്ച മുൻപായിരുന്നു കലാഭവൻ നവാസിന്റെ വിയോഗം സംഭവിക്കുന്നത്. നവാസിന്റെ കുടുംബം അതിഭയാനകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നവാസ് ഇല്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ രഹനയുടെ മുഖമാണ് ആരാധകർക്കും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും എല്ലാവർക്കും ആദ്യം ഓടിയെത്തുന്ന കാര്യം. കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും എല്ലാം കഴിഞ്ഞ ദിവസം അബ്ദുൽ സമദ് സമദാനി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയുമായും മക്കളുമായും എല്ലാം തന്നെ ഏറെ നേരം സമയം സല്ലപിച്ചു. അതിനുശേഷം ഹൃദയം നുറങ്ങുന്ന ഒരു കുറിപ്പും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു. നവാസിന്റെ ഉമ്മയെ ശക്തി സ്വരൂപം എന്നാണ് സമദാനി വിശദീകരിച്ചിരിക്കുന്നത്. യാത്രക്കിടയിൽ നവാസിന്റെ വീട്ടിലേക്ക് പോയി ഉമ്മയടക്കമുള്ളവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. ഒരു നല്ലൊരു അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു കലാഭവൻ നവാസ്. അതിലൂടെ തന്നെയായിരുന്നു മലയാളികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെ നവാസിന് പിടിച്ചുപറ്റാൻ എളുപ്പത്തിൽ സാധിച്ചത്. വിട പറഞ്ഞു പോയപ്പോഴും സമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും അധികം സംസാര വിഷയമായതും നവാസിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് തന്നെയായിരുന്നു. ഇത്തരം നല്ലൊരു വ്യക്തിത്വത്തിന്റെ നന്മകൾ ജനങ്ങളെ ആകർഷിച്ചതും എല്ലാം തന്നെ സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. ഇത്രത്തോളം ബിസിയായ നവാസിന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തെക്കാൾ കഴിഞ്ഞ് മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നവാസിന് തന്റെ കുടുംബമായിരുന്നു ഏറ്റവും വലുത്. തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നവാസ് നോക്കി നടത്തുമ്പോഴും തൻ്റെ കരിയറും കുടുംബവും ഒരേപോലെ കൊണ്ടുപോയതായിരുന്നു നവാസ്. നവാസിനെ വീട്ടിൽ സന്ദർശിക്കാൻ പോയ സമയത്ത് നവാസിന്റെ കുടുംബവും നവാസിന്റെ ഭാര്യയെ കണ്ടപ്പോഴെല്ലാം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു. അദ്ദേഹത്തിന് സഹിക്കുന്നില്ല എന്നത് തന്നെയാണ് വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നവാസിന്റെ ഭാര്യ ഇന്ത്യയിരിക്കുകയാണ്. നവാസിന്റെ ഭാര്യയുടെ അവസ്ഥ വളരെയധികം ദുഃഖകരമായ കാര്യം തന്നെയാണ്. നവാസ് ഇല്ലാത്തൊരു ജീവിതം മുന്നോട്ട് എങ്ങനെ കാണുമെന്ന് അറിയില്ല എന്നായിരുന്നു ആദ്യം നവാസിന്റെ ഭാര്യ രഹനയുടെ വാക്കുകൾ. ഈ വാക്കുകളിൽ പ്രേക്ഷകർ എല്ലാവരും തന്നെ വളരെയധികം സങ്കടത്തിലായിരുന്നു. നവാസ് ഇല്ലാത്തൊരു ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുമെന്നും തന്റെ കുടുംബത്തിന് വേണ്ടിയും തന്റെ മക്കൾക്ക് വേണ്ടിയും ജീവിക്കണമെന്നുമാണ് പ്രേക്ഷകർ നൽകിയ പ്രചോദനം. നിങ്ങൾക്ക് നവാസിനെ ഇഷ്ടമാണോ കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.